നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. കേരളത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥ സൂര്യോദയത്തിൽ. സൂര്യാസ്തമയ മേഖലകളും സൂര്യോദയ മേഖലകളെയും ചർച്ചയാക്കിക്കൊണ്ടാണ് കേരള ബഡ്ജറ്റ് തുടങ്ങിയത്. സൂര്യാസ്തമയത്തിൽ നിന്നും സൂര്യോദയത്തിലേക്ക് കേരളത്തെ നയിക്കുമെന്നും പറഞ്ഞ് തുടക്കം കുറിച്ചു. പിണറായിയെ സൂര്യനായി അവതരിപ്പിക്കുന്ന സമീപകാല സ്ഥിതികളെ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു ധനമന്ത്രിയുടെ ആമുഖം. കേരളം വലിയ വികസന നേട്ടങ്ങൾ ഉണ്ടാക്കിയെന്നും മതനിരപേക്ഷതയുടെയും സമാധാനത്തിന്റെയും നാടെന്നാണ് കേരളത്തെ ഉയർത്തിക്കാട്ടിയത്. കേരള സർക്കാരിന്റെ വികസന ധന സമാഹരണത്തെ ഉയർത്തിക്കാട്ടിയായിരുന്നു പ്രസംഗത്തിന്റെ തുടക്കവും. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിലും ആളോഹരി വരുമാനത്തിലും കേരളം മുന്നിൽ തന്നെ. ഈ നേട്ടം തുടരുമ്പോഴും സാമ്പത്തിക പ്രതിസന്ധിയിൽ ആശങ്ക തുടർന്നു. വികസനത്തിലും അടിസ്ഥാന സൗകര്യ വികസനത്തിലും ഒന്നാം പിണറായി സർക്കാർ തുടങ്ങിയ മുന്നേറ്റം കേരളത്തെ മാറ്റിമറിക്കുന്നതാണ്. ഇതായിരുന്നു ബാലഗോപാലന്റെ പ്രസംഗത്തിൽ ഉടനീളവും. കേന്ദ്രം സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയിട്ടും തകരില്ല കേരളം, തളരില്ല കേരളം, തകർക്കാനാകില്ല കേരളത്തെ എന്നുറപ്പിച്ചാണ് മുന്നേറുന്നത്. പൊതു സ്വകാര്യ മൂലധനം ഉറപ്പാക്കാനുള്ള പദ്ധതികൾ കൊണ്ടുവരും. അടുത്ത 3 വർഷത്തിൽ 3 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം കൊണ്ടുവരും. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് തുടങ്ങിയ ശ്രമങ്ങൾ ഫലം കണ്ടു തുടങ്ങി. കേരളം ഒട്ടേറെ മാറി. കേന്ദ്ര സാമ്പത്തിക ഉപരോധത്തിൽ വിറങ്ങലിച്ച് നിൽക്കുകയല്ല വേണ്ടത്. തകരില്ല കേരളം, തളരില്ല കേരളം എന്ന് വ്യക്തമാക്കി മുന്നോട്ടു പോകണം. കേരളത്തിന്റെ സമ്പദ്ഘടന സൂര്യോദയം സമ്പദ്ഘടനയായി മാറി. കേരളത്തിന്റെ സ്ഥാനം രാജ്യത്തിന്റെ മുൻനിരയിൽ. കേരളം മുടിഞ്ഞെന്ന് പറയുന്നവരെ നിരാശപ്പെടുത്തുന്നതാണ് കണക്കുകൾ. നാട് മികച്ച നേട്ടങ്ങൾ കൈവരിക്കുന്നു. സംസ്ഥാനത്തിന്റെ വികസന കാര്യങ്ങൾ ആമുഖമായി പറയുന്നുവെന്നും ധനമന്ത്രി വിശദീകരിച്ചു. കേന്ദ്ര സർക്കാരിന്റെ പ്രതികാര മനോഭാവം കേരളത്തിന് സാമ്പത്തികമായി തിരിച്ചടി തന്നെയാണ്. ഇതിനെ ഒറ്റക്കെട്ടായി നേരിടണം. സഹകരണ ഫെഡറലിസത്തിൽ പ്രതീക്ഷിക്കുന്ന സഹായം വേണം. ന്യായത്തിന് കാത്തു നിൽക്കാതെ കേരളത്തിന്റെ സാധ്യത ഉപയോഗിക്കും. പൊതു സ്വകാര്യ മൂലധനം ശക്തമാക്കും. മറ്റുള്ളവരെ മനസ്സിലാക്കി കൊടുക്കുമെന്നും ബാലഗോപാൽ ആമുഖത്തിൽ പറഞ്ഞു. സിയാൽ മോഡൽ മുതൽ പുതുതലമുറ നിക്ഷേപങ്ങൾ വരെ പ്രോത്സാഹിപ്പിക്കും. ഇതിനായി നിയമനിർമ്മാണം കൊണ്ടുവരും. വിഴിഞ്ഞം പോർട്ട് മെയ് മാസത്തിൽ തുറക്കും. വിദഗ്ധ സമിതി റിപ്പോർട്ട് 3 മാസത്തിനകം യാഥാർത്ഥ്യമാകും. വിഴിഞ്ഞത്ത് വൻ പ്രതീക്ഷയാണുള്ളതെന്നും ധനമന്ത്രി പറഞ്ഞു. വിദ്യാഭ്യാസ രംഗത്ത് മൂലധന നിക്ഷേപം ആരംഭിച്ചു കഴിഞ്ഞു. വിദേശത്തു നിന്നും രോഗികൾക്ക് കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ ചികിത്സയ്ക്ക് സൗകര്യമൊരുക്കും. കേരളത്തിലെ പുതുതലമുറ വ്യവസായങ്ങൾക്ക് മൂലധന സബ്സിഡിയും പലിശ സബ്സിഡിയും നടപ്പാക്കും. ഇതിനായി പുതുതലമുറ നിക്ഷേപ മാർഗങ്ങൾ സ്വീകരിക്കുമെന്നും ധനമന്ത്രി പറഞ്ഞു. തുറമുഖങ്ങളിൽ പ്രതീക്ഷ വെച്ചാണ് ധനമന്ത്രി KN ബാലഗോപാലന്റെ 2024-25 പ്രതീക്ഷകൾ. വിഴിഞ്ഞത്തിനൊപ്പം കൊച്ചിയിലും പ്രതീക്ഷകൾ ഏറെയാണ്. കൊച്ചിൻ ഷിപ്പ്യാർഡിന് 500 കോടി നൽകുമെന്ന് ധനമന്ത്രി പ്രഖ്യാപിച്ചു. ദേശീയ തീരദേശ മലയോര പാത നിർമ്മാണം പുരോഗമിക്കുന്നു. ദേശീയപാത വികസനത്തിൽ പിണറായി സർക്കാർ മികച്ച മുന്നേറ്റം നടത്തി. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനുള്ള ബജറ്റാണിതെന്നും പറയുക കൂടിയാണ് ധനമന്ത്രി. പ്രവാസി മലയാളികൾ അടക്കമുള്ളവർ ഉൾപ്പെടുത്തി സ്പെഷ്യൽ ഡെവലപ്മെന്റ് സോൺ യാഥാർത്ഥ്യമാക്കും. ഇതിനായി നിക്ഷേപ സംഗമം കൊണ്ടുവരും. വിഴിഞ്ഞത്തെ സ്പെഷ്യൽ ഹബ്ബാക്കി മാറ്റും. വിഴിഞ്ഞത്തിന് സമഗ്ര പുനരധിവാസ പാക്കേജ്, പ്രാദേശികവാസികൾക്ക് നൈപുണ്യ വികസന പദ്ധതികൾ കൊണ്ടുവരും. വിഴിഞ്ഞം കയറ്റുമതി സാധ്യത ഉയർത്തി. ഇത് കാർഷിക മേഖലയിൽ നേട്ടമാണ് കഴിയുന്നത്. റവന്യൂ ചെലവും കടബാധ്യതകളുടെ അനുപാതവും കുറഞ്ഞുവെന്നും പിണറായി സർക്കാർ പ്രതീക്ഷയോടെ കാണുന്നുവെന്നതാണ് ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞു വെക്കുന്നത്. ഭാവി കേരളത്തിന്റെ വികസന കവാടമാണ് വിഴിഞ്ഞമെന്ന് ധനമന്ത്രി കൂട്ടിച്ചേർത്തു. വിഴിഞ്ഞം നാവായിക്കുളം റിംഗ് റോഡ് സമയബന്ധിതമായി പൂർത്തിയാക്കും. 1970 ചൈനയിൽ സ്വീകരിച്ച ഡെവലപ്മെന്റ് മാതൃക കേരളത്തിന് സ്വീകരിക്കാവുന്നതാണ്. വിഴിഞ്ഞത്തെ അടിസ്ഥാനമാക്കി ചെറിയ വികസന ഹബ്ബുകൾ ഇവിടെ ഉണ്ടാക്കും. ഇവിടെ സ്വകാര്യ പങ്കാളിത്തം കൊണ്ടുവരും. ഇതിനായി ആഗോള നിക്ഷേപ സംഗമവും നടത്തും. മാരിടൈം ഉച്ചകോടിയും സർക്കാർ പദ്ധതിയിലുണ്ട്. പുതുതലമുറ നിക്ഷേപ പദ്ധതികൾക്ക് സ്റ്റാർട്ടപ്പ് സഹായം നൽകും. സംസ്ഥാനത്തിന്റെ ലക്ഷ്യം നവകേരള സൃഷ്ടിയാണ്. ടൂറിസം, വിവര സാങ്കേതിക മേഖലകളിൽ പോരായ്മകൾ പരിഹരിക്കും. ലോകത്ത് യുദ്ധവും മാന്യവും പുരോഗമിക്കുന്ന മുറയ്ക്ക് ഈ പ്രശ്നം കേരളത്തെയും ബാധിക്കും. ആഗോള രംഗത്തെ തിരിച്ചടി നേരിടാൻ നമുക്ക് ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കണം.
അതിനുള്ള ശ്രമങ്ങൾ നടത്തും. വന്ദേ ഭാരത് വന്നതോടെ സിൽവർ ലൈനിൽ അടക്കം സർക്കാർ നിലപാടുകൾ എല്ലാവർക്കും ബോധ്യപ്പെട്ടു. തിരുവനന്തപുരം മെട്രോ പദ്ധതിക്ക് കേന്ദ്ര അനുമതി ഉടൻ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. കേന്ദ്ര ബജറ്റിൽ കേരളത്തിന്റെ റെയിൽവേക്ക് അവഗണന. കേരളത്തിന്റെ വികസനത്തിനൊപ്പം ഓടിയെത്താൻ റെയിൽവേക്ക് സാധിക്കുന്നില്ല. അതിവേഗ റെയിൽ പദ്ധതി ശ്രമം തുടരുകയാണ്. കേന്ദ്ര സർക്കാരുമായി കൂടിയാലോചനകൾ പുരോഗമിക്കുന്നുവെന്നും ധനമന്ത്രി അറിയിച്ചു. രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ പരമാവധി വരുമാനം കണ്ടെത്തുവാനും തിരഞ്ഞെടുപ്പിൽ മുന്നിൽ കണ്ട ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുവാനും ലക്ഷ്യമിടുന്ന സംസ്ഥാന ബജറ്റ് അവതരണം ഇങ്ങനെയായിരുന്നു. പറഞ്ഞും എഴുതിയും കേരളത്തെ തോൽപ്പിക്കരുതെന്ന ബജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി KN ബാലഗോപാൽ പോരായ്മകൾ ചർച്ച ചെയ്തുകൊണ്ട് പറഞ്ഞു. ക്ഷേമ പെൻഷൻകാരെ മുൻനിർത്തിക്കൊണ്ട് മുതലെടുപ്പിന് ശ്രമം നടക്കുന്നുണ്ട്. ആനുകൂല്യങ്ങൾ നിർത്തലാക്കുന്നതല്ല, കാലാകാലങ്ങളായി അത് നിലനിർത്തുകയാണ് സർക്കാർ ലക്ഷ്യം. 4 വർഷം കൊണ്ട് നികുതി വരുമാനം വർദ്ധിപ്പിച്ചു. സ്വപ്നതുല്യമായ നേട്ടമാണിതെന്നും ബാലഗോപാൽ പറഞ്ഞു. കേരള വികസനത്തെ തകർക്കാൻ ഗൂഢാലോചന നടക്കുന്നുണ്ടെന്നും അടുത്ത സാമ്പത്തിക വർഷത്തിനകം നികുതി വരുമാനം ഇരട്ടിയാക്കുമെന്നും ധനമന്ത്രി പറഞ്ഞു. 4 വർഷത്തിനിടെ നികുതി വരുമാനം ഇരട്ടിയാക്കുന്ന വിധം സ്വപ്നതുല്യമായ നേട്ടം കൈവരിക്കും. സംസ്ഥാനത്തിന്റെ ബജറ്റിൽ കേന്ദ്രത്തിനെതിരെയും വലിയ വിമർശനമാണ് ഉയർന്നത്. കേന്ദ്രത്തിന്റെ കടുത്ത അവഗണന അതിന്റെ പാരമ്യത്തിൽ എത്തിയിരിക്കുകയാണ്. അതിനെ നേരിടാൻ പ്ലാൻ B ആലോചിക്കുന്നു. വികസന ക്ഷേമ പ്രവർത്തനങ്ങളിൽ നിന്നും പുറകോട്ട് പോകില്ല. വികസന ക്ഷേമ പ്രവർത്തനത്തിൽ നിന്നും പിന്നോട്ടില്ല. എന്ത് വില കൊടുത്തും വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ തുടരും. കേന്ദ്രം അവഗണിക്കുന്നു എന്ന് പ്രതിപക്ഷവും അംഗീകരിക്കുന്നു. ഇത് സ്വാഗതാർഹമാണ്. വൈകിയാണെങ്കിലും ഇത് പാർലമെന്റിൽ ഉന്നയിക്കുമെന്ന് അവർ പറയുന്നു. സർക്കാരിനൊപ്പമല്ലെങ്കിലും സ്വന്തം നിലയ്ക്കെങ്കിലും സമരത്തിന് പ്രതിപക്ഷം തയ്യാറാകണമെന്നും ബാലഗോപാൽ കൂട്ടിച്ചേർത്തു. പശ്ചാത്തല സൗകര്യങ്ങളുടെ വികസനത്തിൽ കേരളം പിന്നിലായിരുന്നു. ഇപ്പോൾ അതിൽ വിപ്ലവകരമായ മാറ്റം സംഭവിക്കുകയാണ്. ഇത് പ്രതീക്ഷാവഹമാണ്. 8 വർഷം മുൻപ് കണ്ട കേരളം ഇതല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ക്ഷേമ പെൻഷൻകാരെ മുൻനിർത്തി മുതലെടുപ്പ് നടത്തുന്നവർക്ക് കേരളത്തിന്റെ സർക്കാരിന് മേലുള്ള പ്രതീക്ഷകൾക്ക് തകർക്കാനാവില്ല. കേരളത്തിന്റെ ആത്മവിശ്വാസവും തകർക്കാനാകില്ല. ജനത്തെ സർക്കാരിനെതിരെ തിരിച്ചുവിടുന്നു. ഡൽഹി സമരത്തിന് എല്ലാവരുടെയും പിന്തുണ നേടുന്നു. കേന്ദ്രത്തെ എതിർക്കുവാൻ സ്വന്തം നിലയിലെങ്കിലും പ്രതിപക്ഷം തയ്യാറാകണം. കേരളം അതിജീവന പോരാട്ടത്തിന്റെ ഭൂമി. ക്ഷേമരാഷ്ട്ര സങ്കല്പത്തിനുള്ള കേരള മാതൃക തകർക്കുവാനാണ് ശ്രമം. 100 രൂപ നികുതി പിരിച്ചാൽ കേരളത്തിന് കേന്ദ്രം തരുന്നത് 21 രൂപ. UPക്കിതോ 46 രൂപയാണ്. കേന്ദ്ര അവഗണന പാരമ്യത്തിൽ തന്നെ. കേന്ദ്രം പ്രഖ്യാപിച്ച മൂലധന വരുമാനം 5000 കോടി രൂപ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. 4 വർഷം കൊണ്ട് നികുതി വരുമാനം ഇരട്ടിയാക്കി. അത് സ്വപ്നതുല്യമായ നേട്ടം തന്നെ. അങ്ങനെ കേരളത്തിന്റെ ഇതുവരെയുള്ള നേട്ടങ്ങളും ഭാവിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുമെന്നും ഉൾപ്പെടുത്തിക്കൊണ്ടും കേന്ദ്ര അവഗണനയെ ശക്തമായി വിമർശിച്ചുകൊണ്ടുമുള്ള ഒരു ബജറ്റായിരുന്നു ഇന്ന് നടന്നത്.